തരമാറ്റിലാണെങ്കിൽ ആദർശിൻ്റെയും നയനയുടെയും മടങ്ങിവരവിൽ സന്തോഷിക്കുന്ന അനിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ നയനയും ആദർശവും വന്നു ചേരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അവർ രണ്ടാളും കൂടി വന്ന് കഴിയുമ്പോൾ അനി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അനി MD കസേരയിൽ നിന്നും മാറിക്കൊടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആദർശിനെ അവിടെ ഇരുത്താനും, ആദർശ് ഇരുത്തി കഴിഞ്ഞാൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കുറയുകയും ചെയ്യും, നന്ദുവുമായിട്ട് കുറച്ച് സംസാരിക്കുകയും ചെയ്യാമെന്നുള്ളൊരു ചിന്ത നമ്മുടെ അനിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കാണാം. ഇതിനിടയിൽ ജാനകി പറയുന്നുണ്ട്, MD കസേര എൻ്റെ മോന് വേണം എന്ന് പറയുമ്പോൾ അനി തന്നെ പറയുന്നുണ്ട്, എനിക്കതിനോട് യാതൊരു ആഗ്രഹമോ ആർത്തിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, എനിക്ക് അതൊന്നും വേണ്ട, എനിക്കതിനോട് താല്പര്യവുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ നിൻ്റെ മകൻ പറഞ്ഞത് എന്ന് ചോദിച്ച് മുത്തശ്ശൻ തുടരുന്നുണ്ട്. അവന് MD കസേരയും സ്ഥാനമൊന്നും വേണ്ടെങ്കിൽ പിന്നെ നീ ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എൻ്റെ ജാനകി ഇങ്ങനെ ബലം പിടിക്കുന്നത്, മസിൽ പിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ജാനകി അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ജാനകി മിണ്ടാതെ ഇരിക്കുകയും ആദർശ് എന്നീ രാജകീയമായി തന്നെ MD കസേരയിലേക്ക് എത്തുന്നു എന്ന് മുത്തശ്ശൻ എല്ലാവരുടെയും മുൻപിൽ തുറന്നു പറയുന്നതും നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ